ലംഘനമാണ്. സുപ്രീം കോടതിയുടെ അടക്കം വ്യക്തമായ ലംഘനം, വിധികളുടെ വ്യക്തമായ ലംഘനമാണ്. പച്ച കള്ളം പറഞ്ഞിട്ട് ചിന്തയാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. തീർച്ചയായിട്ടും ഒരു മെൻസ് കമ്മീഷൻ വേണം. ഇതേപോലെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ആളുകളെ അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം ജയിലിടാം എന്ന് കരുതുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ്. 100% കള്ളമാണ്. വേർപ്പുകെട്ട കള്ളമാണെന്ന് പറയുമ്പോൾ പാടവും പൊടിവരെയൊന്നും കൊണ്ടാണ്. വേറെ ഫേസ്ബുക്കിലും യൂട്യൂബിലും പോയി ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ നോക്കിയാൽ ഇല്ല, ആ വീഡിയോകൾ എന്താ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ച് കോടതിയിൽ വിധി മേടിച്ചാണ്. 2 പോലീസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നോട്ടീസ് തന്നതാണ്. അതൊരു നോട്ടീസ് തന്നിട്ടേ ഇല്ല, ചുമ്മാ പറയുക. ഇത് അങ്ങനെ കള്ളം പറഞ്ഞ് എങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ? അവിടെ പോലീസിന് വേണ്ടി കണ്ടുപിടിച്ച് പറഞ്ഞ കള്ളം ഞാൻ ആ പെൺകുട്ടിയെ ലൈംഗികമായി നിക്ഷേപിച്ചു, കൂടെ കിടക്കുമെന്ന് പറഞ്ഞു. ബാക്കിയെ പറഞ്ഞു, ചുമ്മാ പറയാണ്. ഞാനത് സൗണ്ട് റൈസ് ചെയ്ത് പറഞ്ഞാൽ പറയാണ് ഞാൻ ഫുള്ളായിട്ട് കണ്ടില്ല എന്ന് ധാരണയെന്ന് ഞാൻ പറയുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയുന്നത് മനസ്സിലാക്കുക? അങ്ങനെ കള്ളം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ നാട്ടില് നിൽക്കാൻ പറ്റുന്നത്? ഒരു ഗവൺമെന്റ് അങ്ങനെ ഔദ്യോഗികമായിട്ട് കള്ളം പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണോ? എന്ത് തെറ്റിയിട്ട് ഞാൻ ആ ചിത്രം ഇട്ടിട്ടുണ്ടോ? കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. കോടതിയെ എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു? എനിക്ക് നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞു. പച്ചക്കള്ളോട് നോട്ടീസ് നൽകിയിട്ടില്ല. ഞാൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറയുകയാണ് ഈ പെൺകുട്ടി കൂടെ കിടന്നു തുടങ്ങിയ കാര്യങ്ങളെ പറഞ്ഞു. അതൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞേ ജയിച്ചിട്ട് എന്ത് അർത്ഥമാണെന്ന് അവിടെയാണ്. അങ്ങനെ കള്ളം പറയണത്. ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇനി വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അനുകൂലമായ സമീപനം ഉണ്ടാവും. അത് ചെയ്യരുത്. അത്ര അനീതിയും അസത്യവും നടക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ മീഡിയക്കാർ ചോദിക്കണം, ഇത് ബ്ലേറ്റന്റ് വയലേഷൻ അല്ലേ? 7 വർഷത്തിന് താഴെയുള്ള കുറ്റകൃത്യം അല്ലെങ്കിൽ 7 വർഷത്തിന് താഴെ തടവ് ലഭിക്കാനുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേഷൻ ജാമ്യം പോലും ലഭിക്കേണ്ടതല്ലേ? അതല്ലേ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ? എന്തുകൊണ്ടാണ് കിട്ടാത്തത്? മറ്റൊരു കാര്യം, അതായത് നേരത്തെ പറയുകയുണ്ടായി താങ്കൾ ഈ പെൺകുട്ടിയുടെ പേര് എടുത്ത് പറയുന്നത് അധിക്ഷേപിച്ചത് തീർച്ചയായുമല്ല, കള്ളം പറയുവാണ്. അതായത് അവിടെ പറഞ്ഞത് ചിത്രങ്ങൾ വെച്ചു. ആ പെൺകുട്ടിയുടെ AI ചിത്രമാണ്. ഈ പെൺകുട്ടിയുടെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ കള്ളം പറഞ്ഞ ഒരാളെ കൊടുക്കുന്നതിന് നമ്മുടെ മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ഒരു ദണ്ഡം വേണ്ടി. അബ്സല്യൂട്ട് കള്ളങ്ങളാണ്. ഈ കോടതി ഉത്തരവിൽ പറയുന്നത് രാഹുൽ ചെയ്ത കുറ്റം നിസ്സാരമായി കാണാനാകില്ല. നിലവിൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. പ്രതി സമാന കുറ്റം ആവർത്തിക്കും എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഉത്തരവല്ല, പോലീസുകാർ പറഞ്ഞു കൊടുത്ത വരിയെടുത്ത് പറയുന്നത്. പോലീസുകാർ ആർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് കുറ്റമാണ് ചെയ്യുന്നത്? ആ ചിത്രങ്ങളുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഇട്ടു. അത് വേറൊരാളാണ്, രഞ്ജിത പുളിക്കലോ എന്ന് പറഞ്ഞ ആളായിട്ട് ഞാൻ ഇട്ടിട്ട് പോലുമില്ല. എന്തൊരു കള്ളമാണ് കാണിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കിടയിലും രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞതിൽ നിന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ കേസ് പച്ചക്കള്ളമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നത്? സുപ്രീം കോടതി വിധിയുടെ പച്ചയായ ലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും രാഹുൽ ഈശ്വർ മറക്കുന്ന ഒരു കാര്യമുണ്ട്. ബലാത്സംഗ കേസാണ്. അതിലെ പ്രതിയെന്ന് അറിയുന്ന MLA 5 ദിവസത്തോളമായി ഇപ്പോഴും ഒളിവിലാണ്. മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഗുരുതരമായ പരാമർശങ്ങളാണ് ആ പ്രതിക്കെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ നിയമ നടപടികൾ മുന്നിലേക്ക് പോകുന്ന സമയത്ത് പോലും ഇത്രയും അധിക്ഷേപകരമായ രീതിയിൽ പൊതുമാധ്യമങ്ങളിലൂടെയൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, നിയമലംഘനമാണ് എന്നറിയാവുന്ന ഒരാൾ വീണ്ടും തങ്ങളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണ്. പോലീസ് മുന്നിലേക്ക് എത്തിയപ്പോൾ പോലും ഒരു ലാപ്ടോപ്പ്, അത് ഞാൻ ഇവിടെ ഒന്ന് വെച്ചോട്ടെ, എനിക്ക് ചർച്ചയുണ്ട്, അതിന് മുൻപായിട്ട് പോലീസ് വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് ഇത് മറച്ചു വെച്ചോട്ടെ എന്ന് പറഞ്ഞൊരു വീഡിയോ രാഹുലിന്റെ അക്കൗണ്ടിലൂടെ തന്നെ ജനങ്ങൾ ഓരോരുത്തരും കണ്ടതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു വലിയ തെളിവാണ് അവിടെ ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയത് എന്നുള്ളതാണ്. സ്വന്തമായിട്ട് ചെന്ന് കുഴിയിൽ ചാടിയിരിക്കുകയാണ്. അത് ഇന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കോടതിയിൽ. പച്ചക്കള്ളങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളങ്ങൾ എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഈ പെൺകുട്ടിയുടെ ചിത്രം ഇട്ടിട്ടില്ല. ഈ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ പരിശോധിച്ചാൽ പോരെ. പച്ചക്കള്ളങ്ങൾ പറയുകയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ. പച്ചക്കള്ളങ്ങൾ പറയുകയാണ്. പോലീസ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഇത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. ഇത് തുടരും. നിരാഹാര സത്യാഗ്രഹം ഇരിക്കും. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്. നിരാഹാര
താൻ ജയിലിൽ അവർ പറയുമോ? വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ആ നടപടികൾ പൂർത്തിയാക്കിയ രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി. സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ ഇരയെ സൈബർ മാധ്യമത്തിലൂടെ ഉൾപ്പെടെ സമൂഹ മാധ്യമത്തിലൂടെ ഉൾപ്പെടെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ് രാഹുൽ ഈശ്വറിന് ഇപ്പോൾ ജയിലിലേക്ക് പോകേണ്ടതായി വന്നത്. ജിബിൻ JB വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിബിൻ, പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതാണ്. ഓക്കെ, ആയിക്കോട്ടെ. ഏറ്റവും അവസാനം വരെ പറയുന്നുണ്ട് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഈ നീതി ലഭിക്കാനാണ് എന്നുണ്ടെങ്കിൽ അധിക്ഷേപം നടത്തിയിട്ട് വേണോ ഈ പുരുഷന്മാർക്ക് നീതി ലഭിക്കാൻ എന്നുള്ള ചോദ്യമാണ് രാഹുൽ ഈശ്വറിനടുത്ത് തിരിച്ചു ചോദിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള സംസാരമായിരുന്നു ഇത്രയും കാലം അത്രയും നടത്തിയിരിക്കുന്നത്. എന്തായാലും പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ജയിലിലോട്ടാണ്. പൂജ തന്നെയാണ്. കാരണം നീതി വാങ്ങി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രതിയോ വാദിയോ ഇരയോ ആയിക്കോട്ടെ, ഒരാൾക്ക് നീതി വാങ്ങി കൊടുക്കണമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട മാർഗം ഇതല്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തും രാഹുൽ ഈശ്വർ പ്രതികരിച്ചത് താൻ പുരുഷന്മാർക്ക് നീതി വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് താൻ ഇരിക്കുന്നത്. ആ നീതിയാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. താൻ ജയിലിലെത്തിക്കഴിഞ്ഞാൽ, സബ് ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും നിരാഹാര സമരം തുടരുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. പക്ഷേ കോടതി രാഹുൽ ഈശ്വറിന്റെ ഈ നിലപാടൊക്കെ തന്നെ അപ്പാടെ അങ്ങ് മാറ്റിക്കളയുന്ന സമീപനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. കാരണം കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ ഈശ്വർ ഈ കാര്യം, ഈ തെറ്റ്, അതായത് ഇരകളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇരകളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടല്ല, മുൻപും പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇയാളെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും. അതുമാത്രമല്ല, മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം മറ്റുള്ളവർക്കും കൂടി ഒരു സന്ദേശമായി ലഭിക്കും. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെതിരെ ഈ ഒരു നടപടി ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കോടതിയുടെ ഭാഗത്ത് ഈ ഒരു നടപടി ഉണ്ടായിട്ട് പോലും ഈ ഒരു നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകാൻ രാഹുൽ ഈശ്വർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അല്പസമയം മുൻപുള്ള രാഹുൽ ഈശ്വറിന്റെ പ്രതികരണത്തിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം രാഹുൽ ഈശ്വർ ഈ വൈദ്യപരിശോധന നടക്കുന്ന സമയത്ത് ആശുപത്രിക്ക് അകത്തിരുന്ന് പ്രതികരിച്ചതും അതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്ക് വന്ന് സംസാരിച്ചത് ഒരേ കാര്യം തന്നെയാണ്, തന്റെ നീതി ഇവിടെ നിഷേധിക്കപ്പെട്ടു, ഒരാൾക്ക് വേണ്ടി വാദിക്കുക എന്നുള്ളത് തന്റെ മൗലിക അവകാശമാണ്. ആ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. തന്നെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാണ് തന്നെ കസ്റ്റഡിയിലെടുത്തുന്ന തരത്തിൽ ഒരു പോലീസ് ഇതുവരെ ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. തന്നെ വീട്ടിലെത്തിച്ച് പരിശോധന നടത്തി തന്റെ ലാപ്ടോപ്പ് ഒക്കെ പോലീസ് പിടിച്ചെടുത്തു. പക്ഷേ എന്തിനാണ് അതിൽ നിന്ന് എന്ത് കണ്ടെത്തിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടോ നോട്ടീസോ ഒന്നും തന്നെ തനിക്ക് നൽകിയിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വർ വീണിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലീസ് ഈ ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല, ലാപ്ടോപ്പ് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നില്ല. രാഹുൽ ഈശ്വർ തന്നെയാണ് ആ സമയത്ത് ഒരു വീഡിയോ ചിത്രീകരിച്ച് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് രാഹുൽ ഈശ്വറിന്റെ കൂടെയുള്ളവരാകണം. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിന് ശേഷം ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ആ ഒരു പോസ്റ്റ് വരികയും ചെയ്തത്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പോലീസ് തന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണ്, അതൊന്നും നടക്കില്ല, താൻ ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഈ രേഖകൾ നിർണായകമായ രേഖകൾ ഉൾക്കൊള്ളുന്ന തന്റെ ലാപ്ടോപ്പ് താൻ ഇവിടെ ഒളിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ദൃശ്യങ്ങളടങ്ങുന്ന വീഡിയോ ഉൾപ്പെടുന്ന ലാപ്ടോപ്പ് താൻ ഇവിടെ ഒളിപ്പിക്കുന്നു എന്ന് രാഹുൽ ഈശ്വർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആ വീഡിയോയിൽ പറയുന്നുള്ളത്. എന്തായാലും അത് കേന്ദ്രീകരിച്ചാണ് ഇന്ന് രാവിലെയോടുകൂടി പോലീസിന്റെ അന്വേഷണം നടന്നത്. രാവിലെ 11 മണിയോടുകൂടി രാഹുൽ ഈശ്വറിന്റെ ശ്രീകാര്യം പൗടിക്കോണത്തുള്ള വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തി. 2 മണിക്കൂറോളം ആ പരിശോധന നീണ്ടുനിന്നു. ലാപ്ടോപ്പ് മാത്രമല്ല ആ സമയത്ത് പോലീസ് പരിശോധിച്ച. കാരണം രാഹുൽ ഈശ്വറിന്റെ ഒരു ചെറിയ സ്റ്റുഡിയോ കൂടി യാഗത്ത് പറയുന്ന വീട്ടിന്റെ അകത്തുണ്ട്. ഒരു ചെറിയ സ്റ്റുഡിയോ ആ വീട്ടിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അകത്ത് ലാപ്ടോപ്പ് മാത്രമല്ല മറ്റ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു, ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ, ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ പോലീസ് വ്യക്തമായി പരിശോധന നടത്തി. കാരണം രാഹുൽ ഈശ്വർ തമ്പനയിൽ ഈ പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞ ഒരു ചിത്രമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിന്റെ അകത്ത് പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, പെൺകുട്ടിയുടെ വിവരങ്ങൾ കൃത്യമായി പുറത്തറിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു, ഓഡിയോ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു, ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഒരാളെ റിമാൻഡ് ചെയ്ത ഒരു നടപടി ഉണ്ടാകാതെ ലളിതമായ നടപടികൾ സ്വീകരിച്ച് പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ഇത്തരത്തിലുള്ള നടപടികൾ അയാൾ ആവർത്തിക്കുമെന്നുള്ള ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അഭിപ്രായങ്ങൾ എന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നത് അധിക്ഷേപമായിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ലഭിച്ചിരിക്കുന്നത്.